ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നാടകമായിരുന്നു. ഒരു നാടകമല്ല. നിങ്ങൾക്കറിയാലോ, APC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് വരെ പ്രതിപക്ഷ നേതാവ് നിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞാണ്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാതെ വേറൊന്നും അറിയാം. പിന്നെ കണ്ടാ മിണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഒരു വിളക്ക് പോലെ പറയുന്നതല്ല പറഞ്ഞത്. അതായത് പൂർണ്ണ സമയം രാഹുലിനൊപ്പം ഉണ്ടാകുകയാണ്. അങ്ങനെ രാഹുലിന് ആരുടെയും സഹായം വേണ്ട. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ്, ആള് ജനങ്ങളും ഉണ്ട്. അദ്ദേഹം പോവും, അതിനെന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ അറിയാത്തതും പറയണം, എനിക്കറിയാത്ത കാര്യം ഇല്ലല്ലോ. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത നടപടിയാണ് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു സ്വീകരണവും ഇല്ലല്ലോ. നിങ്ങൾ എന്താ അവിടെ എന്ത് സ്വീകരണം? അയാൾ സ്റ്റാഫും മറ്റാരാളുള്ളതല്ല, ഒരു സ്വീകരണവും ഇല്ല. ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ മണ്ണാക്കാടൊക്കെ എത്തിയിട്ടാണ് അദ്ദേഹം വന്നു എന്ന് തന്നെ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വീകരണം ഒരുക്കാൻ ഞങ്ങൾക്ക് അറിയാം. പാർട്ടിയുടെ മാറ്റി നിർത്തിയത്, പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒരു പാർട്ടിയും അതിന്റെ പരിപാടിയിൽ പങ്കാളിത്തമില്ല. കോൺഗ്രസ് നേതാക്കളായിട്ട് സഹകരിക്കുക അല്ലെങ്കിൽ ആ രീതിയിലുണ്ട്. ആര് പറഞ്ഞു? എന്ത് പിന്തുണയുണ്ട്? ആര് പറഞ്ഞു? നിങ്ങളുടെ മുന്നിലല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോയത്? ഞാൻ ചോട്ടെ, അദ്ദേഹത്തിന് നടപടിയെടുത്ത് വെളിയിൽ നിൽക്കുന്നു അല്ലേ? പിന്നെ അദ്ദേഹം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും? പൗരനല്ലേ, MLA അല്ലേ ഇവിടുത്തെ? നിങ്ങൾ അതൊന്നും നടക്കാൻ പാടില്ല. നിങ്ങൾ പറയുന്നതിൽ വളർത്തൂല്ല. നിങ്ങളൊരു കാര്യം ഞാൻ അദ്ദേഹം വരുമ്പോ വഴിമാറി നടക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആചാരം പോലെ അങ്ങ് പറയരുത്. അദ്ദേഹത്തിന് MLA ആണ്. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലോ അവിടെ മരിച്ചവിടെയോ അല്ലെങ്കിൽ കല്യാണത്തിനോ അദ്ദേഹം വിളിച്ചിട്ടാണ് പോകാം. അല്ല, പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കും. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടത് പാർട്ടി എഴുതി കൊടുക്കാൻ പറ്റും. അദ്ദേഹം എന്തിനു സഹകരിക്കും? അവിടെ ജനങ്ങൾ സഹകരിക്കും, ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല. പറഞ്ഞതുപോലെ DCC പ്രസിഡന്റോട് ഇത് ചോദിക്കാൻ കാരണം, മൻസൂർ എന്ന് പറയുന്ന കൗൺസിലർ പറഞ്ഞ പോലെ ഇപ്പോൾ രാഹുലിന് അനൌദ്യോഗികമായി കവചം ഒരുക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് കവചം ഒരുക്കണം? അദ്ദേഹത്തിന് ഒരു MLAക്ക് സംരക്ഷണം കൊടുക്കേണ്ട കേരള ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ആ ഒരു ആരുടെയും കവചം കൊടുക്കേണ്ട കാര്യം, ആരും സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. കണ്ടുമുട്ടുന്നവരെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? കോൺഗ്രസ്സുകാരാണ്, ഇറക്കി വിടാൻ പറ്റുമോ? അത് ഒരിക്കലും അത് അർത്ഥമില്ല. നിങ്ങൾ ഈ പറയുന്ന പാർട്ടി അദ്ദേഹത്തിനെ വെളിയിലാക്കിയിട്ടുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കണക്കാക്കി അത് ആ നയം APC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാണ്ട് അപ്പുറമൊന്നുമില്ല. ഓക്കെ.